നമ്മുടെ കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു. എക്സൽ VBS 18ാമത് വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 2025 എക്സൽ VBSന്റെ ചിന്താവിഷയം ഇന്നിവിടെ വെച്ച് റിവീൽ ചെയ്യുകയാണ്. ഓരോ VBS സീസൺ കഴിയുമ്പോഴും നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ചോദിക്കുന്നു, എന്താണ് അടുത്ത വർഷത്തെ VBSന്റെ ചിന്താവിഷയം? സഭയിലെ നേതാക്കന്മാർ ചോദിക്കുന്നു, നിങ്ങളുടെ VBSന്റെ പ്രവർത്തനങ്ങൾ എവിടം വരെയായി? 2025 ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചോ? യെസ്, വി ആർ റെഡി. നമ്മൾ ഒരുമിച്ച് യാത്ര തുടങ്ങുകയാണ്. 2025 തീം ഇന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തുകയാണ്. നമുക്ക് കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് വചനത്തിന്റെ മാറ്റമില്ലാത്ത ആത്മമാരിയെ പെയ്യിക്കുവാൻ, വചനത്തിന്റെ സത്യങ്ങളെ നൽകുവാൻ പാട്ടുകളിലൂടെ, കഥകളിലൂടെ, മനോഹരമായ പപ്പറ്റ് ഷോയിലൂടെ, മാജിക് ഷോയിലൂടെ കുഞ്ഞു ഹൃദയങ്ങളെ കർത്താവിലേക്ക് നയിക്കുവാൻ എക്സൽ VBS ഇതാ റെഡിയായി കഴിഞ്ഞു. നിങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് 2025 ചിന്താവിഷയം എന്താണ്. ഇപ്പോഴറിയാം. ഈ വീഡിയോ നിങ്ങൾ കാണുക, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, അതിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് അയച്ചു തരിക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്ന പ്രിയപ്പെട്ടവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വളരെ മനോഹരമായ സമ്മാനം ഞങ്ങൾ നൽകുന്നു. നമുക്ക് ഒരുമിച്ച് തീം റിവീലിംഗ് സെഷനിലേക്ക് പോകാം. യെസ്. Are you ready? Are you set? Big changes we won't forget. Songs of joy and faith we'll sing. Excel VBS, it's everything. എക്സൽ മിനിസ്ട്രീസിന്റെ 18ാമത് വർഷത്തെ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കുഞ്ഞുങ്ങളുടെയും ചെറുപ്പക്കാരുടെയും ഇടയിൽ പ്രവർത്തിക്കുന്ന എക്സൽ മിനിസ്ട്രീസിന്റെ ഈ 18ാം വർഷത്തെ പ്രവർത്തനങ്ങൾ അനുഗ്രഹപ്രദമായി തീരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എക്സൽ മിനിസ്ട്രീസ് 18ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 17 വർഷങ്ങളിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവദാസന്മാർ, സഹോദരങ്ങൾ എല്ലാവരുമുള്ള നന്ദി അറിയിക്കുകയാണ്. 2007 എക്സൽ മിനിസ്ട്രീസ് വളരെ ചെറിയ ഒരു തുടക്കമായിട്ടാണ് ആരംഭിച്ചത്. കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തനം തുലവും കുറവായിരുന്ന ഒരു സമയം, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ സഭകളിൽ VBSകൾ ഇല്ലാതിരുന്നൊരു കാലത്താണ് എക്സൽ മുൻപോട്ട് പ്രവർത്തനങ്ങൾക്ക് വരുന്നത്. എക്സൽ പ്രവർത്തനം ആരംഭിച്ച് കഴിഞ്ഞ 17 വർഷമായി ഇന്ത്യയിലെ 15ലധികം ഭാഷകളിൽ VBSന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ദൈവം എക്സൽ പ്രവർത്തകർക്ക് കൃപ നൽകുന്നു. എക്സൽ പ്രവർത്തനങ്ങൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. അയർലൻഡിലും UK-ലും കാനഡയിലും അമേരിക്കയിലും മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ആയിരിക്കുന്ന സൗദി പോലെയുള്ള, ദുബൈ പോലെ, കുവൈറ്റിലും ഒക്കെ നമ്മുടെ പ്രവർത്തനങ്ങളുണ്ട്, നമ്മുടെ ചാപ്റ്റേഴ്സ് ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകളാണ് നാം ചെയ്തു വരുന്നത്. നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ എല്ലാ കാലത്തും അത് അനുഗ്രഹമാണ്. തുറന്നും ഞങ്ങളോടൊപ്പം നിങ്ങൾ കൈകോർക്കാൻ പ്രത്യേകം അപേക്ഷിക്കുന്നു. 2025 VBSന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടന്നു വരികയാണ്. ചിന്താവിഷയം തെരഞ്ഞെടുത്ത് പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ചർച്ചിൽ VBS നടത്താൻ, നിങ്ങളുടെ ചുറ്റുപാടിൽ ഒരു ചെറിയ കുഞ്ഞുങ്ങളുടെ ഒരു പ്രോഗ്രാം നടത്താൻ നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കുമെങ്കിൽ നല്ലതാണ്. കുട്ടികൾക്കുള്ള മെറ്റീരിയൽ പ്രിന്റ് ചെയ്യാൻ, പാട്ടുകൾ എഴുതാൻ, പാട്ടുകൾ പാടാൻ കഴിയുന്ന ആളുകൾ എല്ലാവരും നിശ്ചയമായിട്ടും ഈ പ്രവർത്തനങ്ങളിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം. ഒരു രാജ്യത്തിൻ്റെ അസറ്റ് എന്ന് പറയുന്നത് ആ രാജ്യത്തിലെ തലമുറകളാണ്. ക്രിസ്തീയ ദൗത്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് യേശുവിനെ കൊടുക്കുക, യേശുവിലൂടെ അവർക്ക് ലഭിക്കുന്ന സ്വഭാവ സവിശേഷതകളിലേക്ക്, ക്യാരക്ടറിലേക്ക് അവരെ വളർത്തുക എന്നുള്ളതാണ്. എക്സൽ മിനിസ്ട്രീസ് 2025 15 ഭാഷകളിലായി 5 ലക്ഷം കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ആ ഒരു വലിയ ദൗത്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് ഭാഗമാകാം. അതിന് ദൈവദാസന്മാർക്കും ദൈവസഭകൾക്കും മാതാപിതാക്കൾക്കും വലിയ പങ്കാണ് ഉള്ളത്. അതിലേക്ക്, ആ ദൗത്യത്തിലേക്ക് എക്സൽ മിനിസ്ട്രീസിനോടൊപ്പം നമുക്ക് ഒരുമിച്ച് നിൽക്കാം. എക്സൽ VBSനോടൊപ്പം ഒരുമിച്ച് നിൽക്കാം. ഒരുമിച്ച് ഒരു യങ് ജനറേഷനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. God bless you. കർത്താവിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. ഏവരും പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കാത്തിരുന്ന എക്സൽ VBS 2025 ടീമിൻ്റെ ടൈറ്റിൽ റിവീലാണ് ഇന്ന് നമ്മൾ നിർവഹിക്കുന്നത്. നിങ്ങൾ റെഡിയാണെങ്കിൽ ഞങ്ങളിതാ ടീം റിവീൽ ചെയ്യാൻ തയ്യാറാകുന്നു. എക്സൽ VBS 2025 ടീമിൻ്റെ ടൈറ്റിൽ ഈസ് My Compass. Yes, it's My Compass, finding direction for life's destination.
Oh, my compass കാട്ടും നൽവഴി ഒന്നിച്ചൊന്നായി ഉയരും ഒരേ ലക്ഷ്യം. Oh, oh, my compass കാട്ടും നൽവഴി ഒന്നിച്ചൊന്നായി ഉയരും ഒരേ ലക്ഷ്യം. ജീവിത ലക്ഷ്യത്തിലേക്കുള്ള ദിശ എന്ന ടാഗ്ലൈനോട് കൂടി മൈ കോമ്പസ് ക്രിസ്തുവിലേക്കുള്ള ഈ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. മൈ കോമ്പസ് എ ജേർണി ടു ക്രൈസ്റ്റ് ഇൻവൈറ്റ്സ് ഈച്ച് ആൻഡ് എവറി പാർട്ടിസിപ്പൻറ്റ് to an exciting mountain climb expedition where each day is a daring step towards a spiritual upliftment in the journey to God, much like climbing a mountain. ഒരു കോമ്പസ് ട്രെക്കേഴ്സിനും നാവികർക്കും ഉപയോഗമായ ഒരു ദിശാബോധം നൽകുന്നത് പോലെ ദൈവവും ദൈവത്തിൻ്റെ ഡിവൈൻ കോമ്പസും നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന വചനവും നമ്മളെ വഴികാട്ടിയായി നമ്മളെത്തേണ്ട ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ തീമിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു കപ്പൽ ആഴമായ വിശാലമായ കടലിൽ നാവിഗേറ്റ് ചെയ്ത് എത്തേണ്ടിയ ഡെസ്റ്റിനേഷനിൽ എത്തിക്കുന്നത് ആ ക്യാപ്റ്റൻ യൂസ് ചെയ്യുന്ന കോമ്പസാണ്. ഒരു മൗണ്ടൻ എക്സ്പെഡിഷനിൽ പോകുന്നൊരു ഗ്രൂപ്പ് അവരുടെ ബേസിൽ നിന്ന് സമ്മിറ്റിൽ എത്തിക്കുന്നത് ആ കോമ്പസാണ്. അതുപോലെ തന്നെ നമ്മുടെ വചനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ വിദ്വാൻമാർ പിന്തുടരുന്ന ആ നക്ഷത്രം യേശുവിലേക്ക് എത്തിച്ചതുപോലെ നമ്മുടെ ഈ തീമിൻ്റെ ഓരോ ഘട്ട യാത്രയും നമ്മുടെ കുട്ടികളെ, നമ്മുടെ യൗവനക്കാരെ കർത്താവിൽ ഉറപ്പിക്കുകയും കർത്താവിലേക്കുള്ള ജേർണി അവരെ ഡയറക്റ്റ് ചെയ്യുകയും കർത്താവിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതെന്നുള്ളതാണ് ഈ മൈ കോമ്പസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന തീം. കാലത്തികവിൽ ഉദയനക്ഷത്രം വാനിലുദിക്കുമ്പോൾ പറന്നുയർന്ന് നമ്മുടെ കാന്തനോട് ചേരുവാൻ പ്രത്യാശയോടായിരിക്കുന്ന നമ്മൾ ഏവരും അതേ പ്രത്യാശ നമ്മുടെ തലമുറയിൽ, നമ്മുടെ പിഞ്ച് ഹൃദയങ്ങളിൽ പകരുവാൻ ഈ തീമും നമ്മൾ ഓരോരുത്തരും ഉപയോഗമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിസ് ഈസ് മൈ കോമ്പസ്, അവർ ഡയറക്ഷൻ, അവർ ഡെസ്റ്റിനേഷൻ. ലെറ്റ്സ് ബി പാർട്ട് ഓഫ് ഇറ്റ്. ആകയാൽ പുറപ്പെടുക, സകലരെയും എൻ്റെ ശിഷ്യരാക്കി കൊള്ളുവീൻ എന്ന ഒരു മഹാദൗത്യം കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുക. അടുത്തൊരു തലമുറ അവർ കർത്താവിന് വേണ്ടി ജീവിക്കും. ഭാരതത്തിൻ്റെ ഏതെങ്കിലും കോണുകളിലോ ഇല്ല ലോകത്തിൻ്റെ ഏതെങ്കിലും രാജ്യങ്ങളിലോ താമസിക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടെ സഭയും സ്ഥലത്ത് എന്തെങ്കിലും കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ അധികമായി ചെയ്യുവാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് നിന്നാൽ അധികം ആളുകളെ കർത്താവിലേക്ക് നയിക്കുവാൻ നമുക്ക് കഴിയും. പ്രത്യേകാൽ തലമുറകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങളുടെ സ്ഥലത്തുള്ള ആ സഭയിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ വരുന്ന വർഷം അധികമായി എന്തെങ്കിലും ചെയ്യുവാൻ നമുക്ക് ഇടയായിത്തീരണം. ഒരു പക്ഷെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും VBSലൂടെയോ യൂത്ത് ക്യാമ്പുകളിലൂടെയോ സൺഡേ സ്കൂളിലൂടെയൊക്കെ യേശുവിനെ അറിഞ്ഞവരും രക്ഷിക്കപ്പെട്ടവരുമായിരിക്കാം. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷ അത്ര മഹത്വകരമാണ്. നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് അനുവദിച്ചാൽ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ ഈ നാളുകളിൽ കർത്താവിലേക്ക് നയിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ വേലയുടെ ഒരു ഭാഗമായി തീരാം. Oh, my compass കാട്ടും